ചെയ്യാം. ഫൈൻഡ് e raised to 1.17 യൂസിങ് ഗോസ് ഫോർവേഡ് ഫോർമുല. തന്നിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗോസ് ഫോർവേഡ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം y കിട്ടിയ സ്ഥിതിക്കിനടുത്ത് എന്ത് ചെയ്യണം, ഡെൽറ്റ y നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് ഡെൽറ്റ സ്ക്വയർ, അങ്ങനെ തീരണ വരയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ട് സെൻട്രൽ ഡിഫറൻസ് ടേബിള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേബിള് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഗോസ് ഫോർവേഡ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോസ് ഫോർവേഡിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി വെക്കാം. yp is equal to y naught plus p into delta y naught plus p into p minus 1 by 2 factorial delta square y minus 1 plus p plus 1 into p minus 1 divided by 3 factorial into delta cube y minus 1 plus p plus 1 p minus 1 p minus 2 divided by 4 factorial delta raised to 4 y minus 1 plus p plus 2 p plus 1 p minus 1 p minus 2 divided by 5 factorial delta raised to 5 y minus 2, ഇവിടെ മൈനസ് 2 വരണമായിരുന്നു അല്ലേ, പ്ലസ് p plus 2 p plus 1 p minus 1 p minus 2 p minus 3 divided by 6 factorial into delta raised to 6 y minus 3 plus etc. ഇനി ഇവിടെ p എന്ന് പറയുന്ന ആളാരാണ്, p is equal to നേരത്തെ പറഞ്ഞ പോലെ തന്നെ x minus x naught divided by h ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു, x 1.17 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മൈനസ് എക്സ് നോട്ട് എന്താ ഇവിടെ തന്നിരിക്കുന്നത് 1. എക്സ് നോട്ട് ഏതാന്നുള്ള കാര്യം തന്നിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എക്സ് നോട്ട് ഏതാന്നുള്ള കാര്യം ഇനി കണ്ടുപിടിച്ച് നോക്കാം. കാരണം എക്സ് നോട്ടിന്റെ കേസിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, എച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, വ്യത്യാസം എത്രയാ, 0.05 ആണ്. ആരുടെ കാര്യത്തിലാണ് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്, എക്സ് നോട്ടിന്റെ കേസിൽ. ന്യൂട്ടൺ ഫോർവേഡിനും ബാക്ക്വേർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പമായിരുന്നു. കാരണം എന്താ, അത് മുകളിൽ നിന്ന് അല്ലെങ്കിൽ താഴ്ത്തുന്ന നമ്മൾ നോക്കിയായിരുന്നത്. ഇവിടെ അങ്ങനെയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ആകെത്ര ആളുണ്ട്, 1 2 3 4 5 6 7. അപ്പൊ നടുവത്തെ ആളാണ് ആര്, എക്സ് നോട്ട്. അപ്പൊ 1 2 3 കഴിഞ്ഞിട്ട് ഈ ആളിലാണ് ആരായിട്ട് നമ്മൾ എടുക്കേണ്ടത്, എക്സ് നോട്ട് ആയിട്ട് എടുക്കേണ്ടത്. ആരെ, 1.15 എന്ന് പറയുന്ന ആള്. കിട്ടിയോ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പിക്ക് എന്തുണ്ട്, വ്യത്യാസം വന്നു. 1.15 എന്ന് കിട്ടി. അപ്പൊ മുകളിൽ എന്ത് വരും, 0.02 by 0.05. ഇപ്പോ 100 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 2/5 എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടിക്കോളും. ശരിയായോ? ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ചിത്രം അതേപോലെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് വരച്ചു വെക്കാം. ഏതിലെ ഡിഫറൻസ് ടേബിളിനകത്ത് ആ മാർക്കിംഗ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫോർവേഡിന്റെ മാർക്കിംഗ് എങ്ങനെയായിരുന്നു, ആദ്യം എങ്ങോട്ടാണ്, താഴത്തേക്കാണ് വരേണ്ടത് അല്ലേ. ഇപ്പൊ വൈനോട്ട് ആരാണെന്നുള്ള കാര്യം നമുക്ക് ധാരണയുണ്ട്. അപ്പൊ വൈനോട്ടിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് വരുന്നു. താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മുകളിലേക്ക് ഉയർത്തണം. വീണ്ടും താന്നു, വീണ്ടും ഉയർന്നു, താന്നു, ഉയർന്നു.
ശരിയായോ? ഇനി ഇതിനനുസരിച്ച് എന്ത് ചെയ്തോളാം, നിങ്ങൾ പ്രോബ്ലം ചെയ്തേക്കാം. നിങ്ങളുടെ ബുക്കിനകത്ത് Δ⁴ വരെ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു ടേം 0 ആയതുകൊണ്ട് പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് 2 ലൈൻ കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പണി പഠിക്കാനാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക, അങ്ങ് അന്തസ്സായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് yp ഈക്വൽ ടു y0 എന്ന് പറയുമ്പോൾ 3.1582 plus 2/5 into 0.61619 plus p into p minus 1 divided by 2 factorial into 0.0079 plus 2/5 plus 1 into 2/5 into 2/5 minus 1 all divided by 3 factorial എന്ന് പറയുമ്പോൾ 6 into 0.004 plus 2 ഒരു 0 കൂടി ഉണ്ടല്ലേ. ഓക്കെ, അടുത്ത് 2/5 plus 1 2/5 2/5 minus 1 2/5 minus 2 divided by 4 factorial into ഏതാ വരിക, 0 plus 2/5 plus 2 2/5 plus 1 2/5 2/5 minus 1 2/5 minus 2 divided by 5 factorial into ആരാണുള്ളത് 0.0001 3 0.0001 പ്ലസ് അടുത്ത് എന്ത് വരും 2/5 മൈനസ് ഇവിടെ 2 വന്നു, ഇവിടെ പ്ലസ് 2, അപ്പോൾ ഇവിടെ പ്ലസ് 2 2/5 പ്ലസ് 1 2/5 2/5 മൈനസ് 1 2/5 minus 2 2/5 minus 3 divided by 6 factorial into 0.0001. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വാല്യൂ ഒക്കെ വരുന്നത് വളരെ ചെറുതായതുകൊണ്ട് ഇത് അപ്രോക്സിമേറ്റ്ലി എന്ത് 0 ആവും എന്ന് പറഞ്ഞിട്ട് ഈ വാല്യൂ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാതെ ചെയ്ത് നോക്കാം. കാരണം ഡെസിമൽ നമ്പറിലൊക്കെ നല്ല വ്യത്യാസം വരുന്നതുകൊണ്ട് ഒഴിവാക്കാതെ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ എന്ത് വാല്യൂ കിട്ടുമെന്നുള്ള കാര്യം നമുക്കിനി കാൽക്കുലേറ്റർ വഴി ചെക്ക് ചെയ്ത് നോക്കാം.